ഹലോ ഗെയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മധുരം ഇഷ്ടമല്ലാത്തവരുണ്ടോ? അപ്പം പായസം ഇഷ്ടമല്ലാത്തവരാരും കാണത്തില്ല അല്ലേ? നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു നിമിഷ നേരം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഏകദേശം ഒരു 5 മിനിറ്റോളം മതി ഈ പായസം ഉണ്ടാക്കാൻ. ആ സേമിയ പായസമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഓടിപ്പോയെന്ന് നോക്കാം. ആദ്യം തന്നെ ഇവിടെ നമുക്ക് വറക്കാത്ത സേമിയായിരുന്നു, നമുക്ക് വറുത്തെടുക്കണം ഇതൊന്ന്. അപ്പോൾ ഒരു പാത്രം, അടിവശം കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഒരു 2 സ്പൂണോളം നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ മേടിച്ച് വെച്ചിരിക്കുന്ന സേമിയ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് ബ്രൗൺ കളർ ആവുന്ന വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകാനൊന്നും പാടില്ല. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മതിയേ. അപ്പോൾ അതാ നമ്മൾ സേമിയ ഇവിടെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴൊക്കെ ആണെങ്കിൽ ചുരുക്കം ചില കടകളിൽ മാത്രമേ വറുക്കാത്ത സേമിയ കിട്ടത്തുള്ളൂ കേട്ടോ. നമുക്ക് വറുക്കാത്ത സേമിയയാണ് കിട്ടിയത്, അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് ഒന്ന് വറുത്ത് കോരി എടുക്കണം. അതിന് ശേഷം നമ്മൾ ആ പാത്രത്തിൽ തന്നെ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ലിറ്റർ പാലും അതുപോലെ തന്നെ ബാലൻസ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് നമ്മൾ തേങ്ങാപ്പാലാണ്. ഒരു തേങ്ങയുടെ പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. നമ്മൾ ഈ കപ്പിന് 1.5 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തേങ്ങയുടെ പാലെടുത്തത് ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് ഒരു തേങ്ങയുടെ പാലെടുത്ത്. 1-ാം പാലാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1-ാം പാലും പശുവിൻ പാലും മാത്രം മതി കേട്ടോ ഇതിലേക്ക്. എന്നിട്ട് ഇതാ നമ്മൾ പാലൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാര ഇതിലോട്ടൊന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞ് മിക്സ് ആവണം. അതിനുവേണ്ടി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. നിമിഷ നേരം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പായസമാണ് കേട്ടോ ഇത്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. പിന്നെ നമ്മൾ പാചകമൊക്കെ തുടക്കക്കാർക്കാണെങ്കിൽ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റും. നമുക്ക് വീട്ടിലുള്ളവരെയൊക്കെ ഒന്ന് നമുക്ക് സർപ്രൈസ് ആക്കി അവർക്ക് ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് പാടൊന്നുമില്ല. അതാ നമ്മുടെ തേങ്ങാപ്പാലും പാലും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഈ വറുത്ത് കോരിയെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സേമിയ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഇത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഈ സേമിയയൊക്കെ തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ട് അങ്ങോട്ട് വെന്ത് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ ഈ പാത്രം എടുക്കുമ്പോൾ അടിവശം കട്ടിയുള്ള പാത്രം എടുക്കുക, ഇല്ലെങ്കിൽ പാലൊക്കെ അടിയിൽ പിടിക്കാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അടിഭാഗം നല്ല കട്ടിയുള്ളൊരു പാത്രം എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതാ നമ്മുടെ സേമിയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് വെന്ത് വന്നിട്ടുണ്ട്. പായസം ഇത് ഇരിക്കും തോറും അങ്ങ് കുറുകി വരും കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം വെള്ളം, അതായത് ഇച്ചിരി ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഈ പായസം ഇറക്കാനായിട്ട് കേട്ടോ. അപ്പം ഒരുപാട് തിക്കാവുന്നവരെ അങ്ങ് കുറുകി പോകുന്നവരെ വെച്ചുകൊണ്ടിരിക്കാനായിട്ട് പാടില്ല. അതാ നമ്മൾ ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക പൊടിച്ചതാണ്. ഏലക്ക ഒരു 2 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏലക്ക പൊടിച്ചത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ 1 കവർ സേമിയ ആയിരുന്നു കേട്ടോ എടുത്തത്, അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. 1 കവർ സേമിയാണ് നമ്മൾ എടുത്തത്. ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അയ്യോ, ഭയങ്കര ഇഷ്ടം. ഇത് സ്പെഷ്യൽ ഒരു പായസമായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഞങ്ങൾ തയ്യാറാക്കിയൊരു പായസമാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള ഐറ്റംസ് കൊണ്ട് പെട്ടെന്നൊന്ന് തയ്യാറാക്കിയതാണ്. വലിയ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഞാനും അമ്മയും കൂടെ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. അതിന് ശേഷം എന്താ നമ്മളിപ്പം ചേർത്ത് കൊടുത്തത് ചുക്കുപൊടിയാണ് കേട്ടോ. ചുക്കുപൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 2 സ്പൂണോളം നെയ്യ് ഒരു പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തിട്ട് കിസ്മിസും ക്യാഷ്യും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കിസ്മിസ് ഒന്നും മേടിച്ചില്ലായിരുന്നു, കുറച്ച് കിസ്മിസ് ഉണ്ടായിരുന്നത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും പായസത്തിന് ഇടാനുള്ള അത്യാവശ്യത്തിനുള്ള കിസ്മിസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, സാധനമൊന്നും പെട്ടെന്ന് മേടിക്കാൻ പോയില്ല. വീട്ടിലുള്ള ഐറ്റംസ് കൊണ്ട് മാത്രം പെട്ടെന്ന് തയ്യാറാക്കിയതാണ്. അപ്പോൾ ഒന്ന് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. അതാ നമ്മൾ ഈ നെയ്യിൽ വറുത്തെടുത്ത കിസ്മിസും ക്യാഷും ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണവേ. ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡിയാണ്. പിന്നെ ഈ മധുരം ചേർത്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് മധുരം ഒന്ന് ബാലൻസ് ആയി വരാനായിട്ട് ഒരു നുള്ള്, അതായത് ചെറിയൊരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും.
ഇതാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേ. എല്ലാവർക്കും പായസത്തിൻ്റെ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം ഓടി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.